ഗേൾസ്, നമ്മളുടെ ക്ലാസ് 8 ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. 40-ൽ 5 മാർക്ക് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോവാണ് കേട്ടോ. അതായത് നമ്മളുടെ വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോളോ ചെയ്യാൻ മറക്കണ്ടേ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെയെങ്കിൽ നമ്മളുടെ ചാപ്റ്റർ ഇതാണ്, സ്ക്വയേഴ്സ് ആൻഡ് വർഗ്ഗങ്ങൾ. ഇതിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് എടാ പോയിന്റ് വരുന്ന ഡെസിമൽ സ്ക്വയേഴ്സ് ആണ് എന്റെ മക്കളോട് ചോദിക്കാൻ പോകുന്നത്. അതായത് 2 രീതിയിൽ ചോദിക്കും. നിങ്ങളോട് ചിലപ്പം 0.5 വരുന്ന 6.5, 7.5, 8.5 അങ്ങനെ 0.5 വരുന്ന സ്ക്വയേഴ്സ് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 6.25 അല്ലെങ്കിൽ 7.25, അതായത് 0.25 അവസാനം വരുന്ന സ്ക്വയേഴ്സും ചോദിക്കും. രണ്ടും നല്ലോണം ഓർക്കി വെച്ചോ കേട്ടോ. അപ്പൊ ആദ്യത്തേത് 6.5ന്റെ സ്ക്വയർ ഞാൻ കാണുകയാണെ. എങ്ങനെയാ ചെയ്യാ? ആദ്യം ആ ഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പൂർണ്ണ നമ്പർ, ഒരു പൂർണ്ണ സംഖ്യ പ്ലസ് ഡെസിമലിന് എഴുതൂ അല്ലെ. അതായത് 6.5 എനിക്ക് എന്ത് എഴുതാം? പോയിന്റ് മുന്നുള്ള ഈ 6 + 0.5 എന്ന് എഴുതാം അല്ലെ. 6 + 0.5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 6 + 0.5ന്റെ സ്ക്വയർ ആണ്. ഇനി എങ്ങനെയാടാ ഈ 6 + 0.5ന്റെ സ്ക്വയർ എങ്ങനെയാടാ ഇത് വികസിപ്പിച്ച് എഴുതാം? നമുക്കറിയാം 2 നമ്പേഴ്സ് ആണുള്ളത്. ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ എന്താണ്? 6, രണ്ടാമത്തെ നമ്പർ എന്താണ്? 0.5. ഇത് എഴുതുന്നു പ്ലസ് 0.5ന്റെ സ്ക്വയർ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ, ഇതിനെ അടുത്തതാണ് നമ്മളുടെ കളികൾ കളിക്കാൻ പോകുന്നത്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. ഇനി 2 ഇൻറ്റു 6 എത്രയാടാ? 12 ആണ്. ഈ 12നെ എന്ത് ചെയ്യണം? 0.5 കൊണ്ട് ഗുണിക്കണം. മിസ് ഒരു കാര്യം പറയട്ടെ, ഏതൊരു നമ്പർ ആയിക്കോട്ടെ അതിനെ 0.5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാന്നറിയോ? ആ 0.5 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇതിന്റെ പകുതിയാ കിട്ടുക. അതായത് 12ന്റെ പകുതി എത്രയായിരിക്കും? 6 ആയിരിക്കും. 36 + 6 + 0.5ന്റെ സ്ക്വയർ. 0.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ഇൻറ്റു 0.5. അതായത് പോയിന്റ് ഒഴിവാക്കി നിങ്ങൾ ഗുണിച്ചു നോക്ക്. 5 ഇൻറ്റു 5 25 അല്ലെ. അത് തന്നെയാണ് ഇതിന്റെ ആൻസറും വരുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്? പോയിന്റിന് ശേഷം 2 നമ്പർ നമുക്ക് പോയിന്റ് ഇടണം. ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ, ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ. അപ്പൊ 2 നമ്പർ ഉണ്ട്. അപ്പൊ 2 നമ്പർ മാറ്റി പോയിന്റ് ഇടാ. 0.25 0.25 ആയിരിക്കും കേട്ടോ. 0.25. ഇനി ഇവന്മാരെ കൂട്ടൽ എങ്ങനെയാടാ? വെറുതെ അങ്ങോട്ട് കൂട്ടിയാൽ മതിയോ? 36 6 0.25 എങ്ങനെയാ കൂട്ടുക? 0.25 അല്ലെ. 5 എഴുതുന്നു, 2 എഴുതുന്നു. 0.6 6 12ൽ 2 ആണ്. 1:3 4 42.25 ആണ് അല്ലെ. 42.25 ആണിത് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പ്രശ്നവുമില്ലല്ലോ, അടിപൊളിയല്ലേ, ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ താ നോക്കിക്കോ, ഞാൻ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 5.5ന്റെ സ്ക്വയർ എത്ര? നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക കേട്ടോ, എത്രയാന്നുള്ളത്. യെസ്, അങ്ങനെയെങ്കിൽ മക്കൾക്കറിയാം, എനിക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓൺ എക്സാം നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം അല്ലെ. 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നമ്മൾ പഠിപ്പിച്ചു തരും. പക്ഷേ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തുമ്പോൾ അത് 8 ചാപ്റ്റേഴ്സ് ആവും. നമുക്ക് താങ്ങാവുന്നതിലേറെ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ മുതൽ ഓൺ എക്സാം കഴിയുന്നത് മുതൽ അവസാനം നമുക്ക് പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അല്ലെ. നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു എക്സാം കഴിയുന്നത് വരെ എന്ന് പറയാൻ പറ്റൂല, ഈ ഓഗസ്റ്റ് 26 വരെ നിങ്ങൾക്ക് 3499ന്റെ ബാച്ച് 2299 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര മാത്രം മതി. കമന്റ് ബോക്സിൽ നമ്മളുടെ ഒരു രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വിചാരിക്കും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഫുൾ പേയ്മെന്റ് അടക്കേണ്ടി വരും എന്ന് വിചാരിക്കും. എടാ, പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പം ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് ഓൺ എക്സാമിന് ശേഷം ആലോചിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ബിക്കോസ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എന്ത് കിട്ടുള്ളൂ? ഓഫർ കിട്ടുള്ളൂ. 26-ാം തീയതി മാത്രമേ സമയമുള്ളൂ. 26-ാം തീയതിക്ക് ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഈ എമൗണ്ടിലായിരിക്കില്ല കിട്ടുന്നത്. അപ്പൊ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുക. പിന്നെ ആലോചിക്കുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണ്ടേ എന്നുള്ളത് കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 6.25ന്റെ സ്ക്വയർ ഇതായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെയാ എഴുതുക? നേരത്തെ പോലെ ആണെങ്കിൽ 6 + 0.25ന്റെ സ്ക്വയർ അല്ലെ. ഇങ്ങനെയാണ് എഴുതുക. ഇത് നോക്കിയേടാ, എങ്ങനെയായിരിക്കും? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ 2 ഇൻറ്റു ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ അല്ലെ. 6ന്റെ സ്ക്വയർ അറിയാം, 36 ആണ്. പ്ലസ് ഇനിയാണ് നമ്മളുടെ കളികൾ വരുന്നത്. 2 ഇൻറ്റു 6 12 ആണ് അല്ലെ. 2 ഇൻറ്റു 6 12 ആണ്. 12 ഇൻറ്റു 0.25 എത്രയാ?
ഞാൻ പറഞ്ഞു ഏത് നമ്പറിനെയും 0.5 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് അതിന്റെ പകുതി എടുത്താൽ മതി. എന്നാൽ ഏത് നമ്പറിനെയും 0.25 കൊണ്ട് ഗുണിക്കുമ്പോൾ മിസ് ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ 12ന്റെ പകുതി എടുക്കുന്നു, എത്രയാ 6. 6ന്റെ പകുതി എടുക്കുന്നു, എത്രയാ 3 ആണ്. അതായത് എന്തായിരിക്കും 3 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇത് പകുതിന്റെ പകുതി ആയിരിക്കും കിട്ടേണ്ടത് 0.25 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത്. ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. 3 പ്ലസ് 0.25ന്റെ സ്ക്വയറോ നോക്ക്, 0.25 ഇൻറ്റു 0.25. നമുക്കറിയാം 25 ഇൻറ്റു 25 എത്രയാടാ? 25 ഇൻറ്റു 25 പറഞ്ഞാൽ 2 ഇൻറ്റു 3 6 ആണ്, 625 ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 625 തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. പക്ഷെ എന്താ വരിക? ഇവിടെ നോക്കിയേ, പോയിന്റിന് ശേഷം 1 2 3 4 നമ്പർ ഉണ്ട്. അപ്പൊ 4 നമ്പർ മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ മിസ്സേ ഇവിടെ 3 നമ്പറേ ഉള്ളല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? സിമ്പിൾ ആണ്. ഇവിടെ 3 ആണെങ്കിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 4 നമ്പർ. അപ്പൊ 0.0625 ആയിരിക്കും. 0.0625. ഇന്ന് നോക്കിയേ, ഇവരെങ്ങനെയാ കൂട്ടുക? 36 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ 0.0625. പോയിന്റ് അപ്പുറത്തേക്ക് എഴുതാവേ. ഇനി 5 2 6 0. 0.6 3 9 ആണ്, 3 39.0625 ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ 625 ആണ് 25ന്റെ സ്ക്വയർ. നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കണേ. വേറെ മിസ് ഒരു ട്രിക്ക് പറഞ്ഞിട്ടെ, ഇത് ആലോചിക്കാണ്. 25ന്റെ സ്ക്വയർ, 35ന്റെ സ്ക്വയർ, 45ന്റെ സ്ക്വയർ ഒക്കെ എങ്ങനെയാ കാണാന്നറിയോ? 2നെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 6 കിട്ടും. ഈ 5ന്റെ സ്ക്വയർ 25 എഴുതുന്നു. 3നെ നമ്മൾ അടുത്ത നമ്പറിനോട്, 3നെ 4 കൊണ്ട് ഗുണിച്ചു 12. 5ന്റെ സ്ക്വയർ 25 എഴുതുന്നു. 4നെ അടുത്ത നമ്പറോട് 5 കൊണ്ട്, 4 ഇൻറ്റു 5 എത്രയാ? 20 ആണ്. അടുത്ത 5ന്റെ സ്ക്വയർ 25. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഇത് വെറുതെ ഒന്ന് ആലോചിച്ച് വെച്ചോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരമായിപ്പെടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. ഇത് മാത്രം പഠിച്ചാൽ എൻ്റെ മക്കൾ കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. വെറുതെ ഒഴിവാക്കി ഇടണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.